സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു റിവിഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. കെമിസ്ട്രിയിലെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചോദ്യത്തിൽ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകൻ ആരാണ്? പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകനാണ് കണാദൻ. അപ്പോൾ കണാദനാണ് പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകൻ. രണ്ടാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റാണ് തന്മാത്ര. അപ്പോൾ തന്മാത്ര എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റാണ്. മൂന്നാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റമാണ്. ആറ്റം. നാലാമത്തെ ചോദ്യം, ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡാണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡാണ്. അഞ്ചാമത്തെ ചോദ്യം, ആറ്റം എന്ന ആശയം അവതരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് ഡെമോക്രീറ്റസ്. ആറ്റം എന്ന ആശയം അവതരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് ഡെമോക്രീറ്റസ്. ആറാമത്തെ ചോദ്യം, ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്, വിഭജിക്കാനാവാത്തത് എന്നാണ് ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടനാണ്. അപ്പോൾ ജോൺ ഡാൾട്ടനാണ് ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവ്. എട്ടാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യമുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയാണ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യമുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത്. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡെയാണ്. മൈക്കിൾ ഫാരഡെയാണ് വൈദ്യുതിയുടെ പിതാവ്. പത്താമത്തെ ചോദ്യം, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ള ആറ്റം ഏത് മൂലകത്തിൻ്റെതാണ്? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിനാണ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ളത്. 12ാമത്തെ ചോദ്യം, ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതെല്ലാമാണ്? ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ. 13ാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയതാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. 14ാമത്തെ ചോദ്യം, ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണം ന്യൂട്രോണാണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണാണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. 17ാമത്തെ ചോദ്യം, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. അപ്പം ന്യൂട്രോണാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം. അടുത്ത ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. വാതകത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ ആദ്യം കണ്ടെത്തിയതാര്? വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ ആദ്യം കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീനാണ്. ഗോൾഡ്സ്റ്റീനാണ് വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ ആദ്യം കണ്ടെത്തിയത്. 20ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിൻ്റെ ചാർജ് എന്തായിരിക്കും? ഒരു ആറ്റത്തിൻ്റെ ചാർജ് ന്യൂട്രലായിരിക്കും, ചാർജ് ഉണ്ടാവില്ല. ആറ്റത്തിൻ്റെ ചാർജ് ന്യൂട്രലായിരിക്കും. ഏത് മൂലകത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ്? ഏത് മൂലകത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ്റെയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതാര്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡാണ്. റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. 23ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന കണങ്ങൾ ഏതാണ്? ഇലക്ട്രോണാണ്. ഇലക്ട്രോണാണ് ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 24ാമത്തെ ചോദ്യം, ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചതാര്? ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത് ആര്? നീൽസ് ബോറാണ്. നീൽസ് ബോറാണ് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്. 25ാമത്തെ ചോദ്യം, ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബോറിൻ്റെ ആറ്റം മാതൃക നിർമ്മിച്ചിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം, ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയുടെ പേരെന്താണ്?
ഓർബിറ്റ് അഥവാ ഷെല്ല് എന്നാണ് വിളിക്കുക. അപ്പോൾ ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ല്. 27ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരെന്താണ്? മാസ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. മാസ് നമ്പർ എന്നാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ വിളിക്കുന്ന പേര്. 28ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ എന്ത് പേര് വിളിക്കുന്നു? ആറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നു. അതിനെ സെഡ് എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ആറ്റോമിക നമ്പർ. അതിനെ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. 29ാമത്തെ ചോദ്യം, ആറ്റോമിക് നമ്പർ 79 ആയ മൂലകം ഏത്? സ്വർണ്ണമാണ്. സ്വർണം. ആറ്റോമിക നമ്പർ 79 ആയ മൂലകമാണ് സ്വർണം. 30ാമത്തെ ചോദ്യം, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ് ഏതാണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പാണ് യുറേനിയം 235. അപ്പോൾ യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ്. 31ാമത്തെ ചോദ്യം, ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് വികിരണോർജ്ജം അതായത് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന പ്രവർത്തനമാണ് റേഡിയോ ആക്ടിവിറ്റി. ഈ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ നിന്ന് റേഡിയേഷൻ പുറപ്പെടുന്ന പ്രവർത്തനം അല്ലെങ്കിൽ വികിരണോർജ്ജം പുറപ്പെടുന്ന പ്രവർത്തനമാണ് റേഡിയോ ആക്ടിവിറ്റി. 32ാമത്തെ ചോദ്യം, ന്യൂക്ലിയസിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ പിണ്ഡത്തിന് പറയുന്ന പേരെന്താണ്? ആറ്റോമിക മാസ് എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ പിണ്ഡത്തിന് പറയുന്നത് ആറ്റോമിക മാസ് എന്നാണ്. 33ാമത്തെ ചോദ്യം, ഭാരം കുറഞ്ഞ 2 അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. കൂടിച്ചേരുന്നല്ലേ ഫ്യൂഷൻ. അപ്പോൾ ഭാരം കുറഞ്ഞ 2 അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 34ാമത്തെ ചോദ്യം, അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. അണുകേന്ദ്രമായ ന്യൂക്ലിയസിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. 35ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഐസോബാറുകൾ എന്നാണ്. ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് ഐസോബാറുകൾ എന്നാണ്. 36ാമത്തെ ചോദ്യം, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് ഐസോടോപ്പ് എന്നാണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പ്. 37ാമത്തെ ചോദ്യം, തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. 38ാമത്തെ ചോദ്യം, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാര്? റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അടുത്തത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. നമ്മൾ NRTC എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യുന്നതാണ്. 42, ഒരു അർദ്ധചാലകത്തിൽ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ എന്തെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനമാണ് ഡോപ്പിംഗ്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു അർദ്ധചാലകത്തിൽ ചാലകത വർദ്ധിപ്പിക്കാൻ അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഏതെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനമാണ് ഡോപ്പിംഗ്. 43ാമത്തെ ചോദ്യം, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പായ കാർബൺ 14 ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അതാണ് കാർബൺ ഡേറ്റിംഗ്. അപ്പോൾ എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പായ കാർബൺ 14 ഉപയോഗപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ്. പരമാണു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് പരമാണു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. 45ാമത്തെ ചോദ്യം, കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ്. അപ്പം വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ് കാർബൺ ഡേറ്റിംഗ് ആദ്യമായിട്ട് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. 46ാമത്തെ ചോദ്യം, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്?
ഓർബിറ്റ് എന്നാണ്. ഇപ്പോൾ ഓർബിറ്റ് എന്നാണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേര്. 47ാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഏത് മൂലകത്തിൻ്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത്? സീസിയത്തിനാണ്. സീസിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് അല്ലാത്തൊരു മൂലകമാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് സീസിയത്തിനാണ്. ഏത് റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത്? അപ്പോൾ റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിയമാണ്. ഏത് റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിയം. ഇനി റേഡിയോ ആക്റ്റീവ് അല്ലാത്ത മൂലകത്തിൽ വലിപ്പം കൂടിയ ആറ്റം ചോദിച്ചാൽ സീസിയം. 49ാമത്തെ ചോദ്യം, ഇന്നു കാണുന്ന ആവർത്തന പട്ടിക എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് കാണുന്ന ആവർത്തന പട്ടിക ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. 50ാമത്തെ ചോദ്യം, ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. മിനിമം 2. ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം നമ്മളിവിടെ 50 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തത്. ഇതെല്ലാം ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പം ഇത് ഒരെണ്ണം പോലും നമ്മൾ വിട്ട് കളയരുത്. എല്ലാം നമ്മൾ തറവാക്കി വെക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.